എന്തുകൊണ്ട് ഇപ്പോൾ യു എ ഒരു ഇസ്ലാമിക് കൺട്രിയാണ്, സൗദി അറേബ്യ ഒരു ഇസ്ലാമിക് കൺട്രിയാണ്, ഇസ്ലാമിൻ്റെ ഉത്ഭവം തന്നെ സൗദി അറേബ്യയിൽ നിന്നാണ്. സോ എന്തുകൊണ്ട് അവിടെ ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമാണ്? അബുദാബിയിൽ നിങ്ങൾക്ക് ഒരു വിസ അടിക്കണമെന്നുണ്ടെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാണ്ട് വിസ അടിക്കാൻ പറ്റില്ല. പോസിബിൾ, ദുബായിൽ ചിലപ്പം പറ്റിയേക്കാം, പക്ഷേ അബുദാബിയിൽ പറ്റില്ല. അപ്പോൾ അവിടെ ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമായിരിക്കും. പിന്നെ ഇത് അവിടുന്ന് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്തുകൊണ്ട് അത് ഹറാമാവുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ നിയമമാണെന്നുള്ളതാണ് പറയുന്നത്. രാജ്യത്തിന്റെ നിയമം മറ്റൊന്നുള്ളത് ആ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഗവൺമെന്റിലോട്ട് മാത്രമേ പോകുന്നുള്ളത്, വേറെ കാര്യങ്ങൾക്കൊന്നും ചെലവാക്കുന്നില്ല എന്നാണ്. ദമാന്, അഡ്നിക് ഇതൊക്കെ പ്രൈവറ്റ് കമ്പനികളല്ലേ? എത്ര പോലെ ഇൻഷുറൻസ് കമ്പനികളുണ്ട്? ഇപ്പോൾ NGI, നാഷണൽ ജനറൽ ഇൻഷുറൻസ് സെമി ഗവൺമെൻറ് കമ്പനിയാണ്. അവരത് വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അല്ലാതെ അപ്പോൾ അതൊന്നും എല്ലാം അത് തക്കാഫുൽ ഇൻഷുറൻസ് മാത്രമായിരിക്കും ചിലപ്പോൾ അങ്ങനെ വരുന്നുണ്ടാവുക. തക്കാഫുൽ മാത്രമല്ല ആളുകൾ എടുക്കുന്നത്. എത്ര പോലെ ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട് UAE-യിൽ. സോ അത് മാത്രമല്ല, അപ്പോൾ അവിടെ ഇൻഷുറൻസ് നിർബന്ധമായിരിക്കും. കണ്ട് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഇൻഷുറൻസ് ഹറാമാവും. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇൻഷുറൻസ് ഹറാമാവുന്നതുമായി ബന്ധപ്പെട്ടിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഇസ്ലാമിക വിഭാഗങ്ങൾക്കിടയിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജമാഅത്ത് ഇസ്ലാമിൻ്റെ ഒരു സ്പീച്ച് ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിലെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാലഘട്ടത്തിന് അനിവാര്യതയാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ അത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഹലാലാന്ന് പറയുന്നത്, അതേസമയം മുജാഹിദിലേക്ക് വരുന്ന സമയത്ത് ഹെൽത്ത് ഇൻഷുറൻസ് ഹറാമാന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെ വ്യത്യസ്ത, ഇത് ഒരു എൻ്റെ ഒരു അഭിപ്രായത്തിൽ